വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ തന്നെ ദേശീയപാത അധികൃതർ. പ്രതിരോധം തീർക്കാൻ കർമ്മസമിതി. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. ദേശീയപാതയിൽ CI ഓഫീസ് സിഗ്നലിന് തെക്കുവശത്ത് നിർമ്മാണത്തെ ചൊല്ലി കർമ്മസമിതി പ്രവർത്തകരും ദേശീയപാത കരാർ കമ്പനി അധികൃതരുമായി വീണ്ടും തർക്കം നടന്നു. ദേശീയപാത കരാർ കമ്പനിക്കാരനായ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി വാക്ക് തെറ്റിച്ച് നിർമ്മാണം പുനരാരംഭിച്ചതാണ് നാട്ടുകാരുമായി തർക്കത്തിന് വഴിവെച്ചത്. നിലവിലെ നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നുപോയാൽ പ്രദേശം മുഴുവൻ വെള്ളത്തിലാകുമെന്നാണ് കർമ്മസമിതി പ്രവർത്തകർ പറയുന്നത്. കർമ്മസമിതി പ്രവർത്തകർ നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്നതോടെ കൊടുങ്ങല്ലൂർ പോലീസും സ്ഥലത്തെത്തി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൗൺസിലർമാരായ ധന്യ, ഷൈൻ, സുമേഷ്, കർമ്മസമിതി പ്രവർത്തകരും നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഞാൻ ഇത് സബ് കോൺട്രാക്ടറാണ്, നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ കേട്ട് ഞാൻ ഇവരോട് ഇൻഫോം ചെയ്യാം. അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ ഇത്രയും വലിയ ഞങ്ങൾക്ക് വെള്ളം ഞങ്ങളുടെ പാത അടഞ്ഞു പോവുകയാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്? ഇവിടെ 1.5 മാസം കൂടി ഉണ്ടായില്ലേ ഭരണി കണ്ടില്ലേ? ഇവിടെ ഭരണിക്ക് ജനങ്ങൾ വന്നത് കണ്ട. ഞങ്ങളുടെ വീടുകളിൽ 100-150 ആളുകളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ കമ്പനിയുടെ ഒരു സബ് കോൺട്രാക്ടർ. ഞാനിപ്പോ ഇവിടെ വന്ന് എന്റെ വർക്കേഴ്സാണ് ഇവിടെ പണിയുന്നത്. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇപ്പൊ നിങ്ങൾ ഇത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇവരുടെ ലോക്കലി കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനിങ്ങോട്ട് ഷിബുവിനെ എന്റെ ഷിബുവിന്റെ നമ്പറാണ്. ഷിബുവിനെ വിളിച്ച് പറഞ്ഞു ഇവിടെയുള്ള പണിക്കാരോട് ഞാൻ അറിയിക്കാം, ഇപ്പൊ പണി ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഷിബു എന്നെ വിളിച്ചാണ് ഇവിടെ ഇത്തിരി പ്രശ്നം നടക്കുന്നുണ്ട്, അതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ആ ഷിബു ഇപ്പൊ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അപ്പൊ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല. ചെയർപേഴ്സണാണ് ഞങ്ങളുടെ ചെയർപേഴ്സണെ വിളിച്ച് പറഞ്ഞതാണ്. ഇതിവിടെ 2 ബോക്സ് ഇടും, അവിടെ താഴ്ത്തും, ഡ്രെയിനേജ് കറക്റ്റ് ആക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് നിങ്ങളെ നമ്മള് നിങ്ങളിലൂടെ പണിയാൻ പറ്റും.